To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നതാണ്. ഇനി നമുക്ക് മെയോസിസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് നമുക്ക് 4 ഡോട്ടർ സെൽസ് ലഭിക്കുന്നു. പിന്നെ ക്രോമസോം നമ്പർ ഹാഫ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗമീറ്റ്സിൽ ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. ഇനി ഇത് പല ജനറേഷനിലും ക്രോമസോം നമ്പർ സ്ഥിരമാക്കി വെക്കാൻ സഹായിക്കുന്നു. കാരണം ഇത് ഹാപ്ലോയിഡ് ആയതുകൊണ്ട് വീണ്ടും റീപ്രൊഡക്ഷൻ സമയത്ത് ഇത് ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിട്ട് പേരൻസിൻ്റെ സെയിം നമ്പർ ലഭിക്കുന്നു. അതായത് 23 പേരുള്ള 2 പേരൻസ്, അവരുടെ ഗാമീസിൽ 23 ഉള്ളൂ. അത് ജോയിൻ ചെയ്ത് കുട്ടിക്ക് വേണ്ടി 23 പേരായി അല്ലേ. അപ്പോൾ ആ ഒരു നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നമ്മുടെ ഈ മെയോസിസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? മെയോസിസിൽ ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ജനറ്റിക് റീകോമ്പിനേഷനാണ് നടക്കുന്നത്. അല്ലീൽസ് തമ്മിൽ മിക്സ് ആവുന്നുണ്ട് അല്ലേ. മിക്സ് മീൻസ് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ വേരിയേഷൻ ഇത് വളരെ വലിയൊരു കാരണമാണ്. അപ്പോൾ ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് നമുക്ക് ഹാപ്ലോയിഡ് സെല്ല് ലഭിക്കുന്നു, അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ നടക്കുന്നു. ഇതൊക്കെയാണ് മയോസിസിൻ്റെ പ്രത്യേകതകൾ. മൈറ്റോസിസും മയോസിസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മൈറ്റോസിസ് നടക്കുന്നത് റീപ്രൊഡക്ഷൻ ഇല്ലാത്ത സെൽസ് അല്ലെങ്കിൽ നോർമൽ സെൽസിലാണ് അല്ലേ. അതിനെ പറയുന്ന പേരാണ് സൊമാറ്റിക് സെൽസ്. അതേസമയം മയോസിസ് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസിലാണ്. പിന്നെ മൈറ്റോസിസിൽ ഒരു സീക്വൻസിൽ എല്ലാ പ്രോസസ്സും കഴിയും. അതേസമയം മയോസിസിന് 2 സീക്വൻസ് ഉണ്ട്, മയോസിസ് 1ഉം മയോസിസ് 2ഉം. ഇനി മൈറ്റോസിസിൽ ഒരു ന്യൂക്ലിയർ ഡിവിഷനേ നടക്കുന്നുള്ളൂ, മയോസിസിൽ 2 ന്യൂക്ലിയർ ഡിവിഷൻസ് നടക്കുന്നുണ്ട്. മൈറ്റോസിസിൻ്റെ പ്രോഫേസ് ചെറിയ ഡ്യൂറേഷനാണ്, അതിന് സബ്സ്റ്റേജസ് ഒന്നുമില്ല. അതേസമയം മയോസിസിൽ ലോങ് പ്രോഫേസിൽ 5 സബ്സ്റ്റേജസ് ആണ് ഉള്ളത്. ഇനി മൈറ്റോസിസിൽ സിനാപ്സിസ് നടക്കുന്നില്ല, അതേസമയം മയോസിസിൽ ഹോമോലോഗസ് ക്രോമസോംസ് സിനാപ്സിസ് നടക്കുന്നു. ഇനി കയാസ്മയും ക്രോസിംഗ് ഓവറും ഒന്നും നമ്മുടെ മൈറ്റോസിസിലില്ല, കയാസ്മയും ക്രോസിംഗ് ഓവറും മയോസിസിലുണ്ട്. മെറ്റാഫേസിൻ്റെ സമയത്ത് സെൻട്രോമിയർ ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ഇക്വേറ്റർ ഓഫ് ദ ഡിവൈഡിങ് സെല്ലാണ്. ഏതിൽ? നമ്മുടെ മൈറ്റോസിസിൽ. അതേസമയം മയോസിസ് മെറ്റാഫേസിൽ സെൻട്രോമിയർ എന്ന് പറയുന്നത് പോൾസിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കും. പിന്നെ ക്രോമസോം നമ്പേഴ്സ് സെയിം ആയിട്ടിരിക്കും നമ്മുടെ മൈറ്റോസിസിൽ, മയോസിസിൽ അത് ഹാഫ് ആകും. മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് 2 ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാകുന്നത്, മയോസിസിൻ്റെ ഫലമായിട്ട് 4 ഡോട്ടർ സെൽസ് ഉണ്ടാകും. മൈറ്റോസിസ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനും എസെക്ഷൽ റീപ്രൊഡക്ഷനും സഹായിക്കുന്നു. ഓർഗാനിസത്തിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്നത് മയോസിസ് ആണ്.